ഹായ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കും ശരിക്കും അറിയത്തില്ല. നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങാം. അപ്പം നിങ്ങൾക്കും കാണാം, എനിക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ അങ്ങനെ ഗൈസ്, രാവിലെ 10 മണിയായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും. അപ്പം ആക്ച്വലി ഞാൻ രാവിലെ എണീറ്റത് ഒരു 7:30 ആവാറായപ്പോഴാണ്. അതിന് ശേഷം ഞാൻ പഠിക്കാനൊന്നും ഇരുന്നില്ല. ഞാൻ കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വീഡിയോ എഡിറ്റ് ചെയ്തു. അങ്ങനെ ഒരു സ്ലോ മോർണിംഗ് ആയിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ക്ലാസ് ഇല്ല, ഇന്ന് സ്കൂളില്ല, ഇന്ന് ലീവാണ്, ഹോളിഡേ ആണ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഒരു ദിവസം യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വലിയായിട്ട് ഇരുന്നത്. അപ്പം രാവിലെ നേരത്തെ എണീക്കാനൊന്നും പറ്റിയില്ല, തലേദിവസം ലേറ്റായിട്ടാണ് കിടന്നത്. ലേറ്റ് എന്ന് വെച്ചാൽ അത്ര ലേറ്റൊന്നും ആയില്ല, 12 മണി കഴിഞ്ഞപ്പോൾ കിടന്നു. പക്ഷേ രാവിലെ 7:30 എണീറ്റത്. എന്നിട്ട് പോലും എനിക്ക് ഉറക്കം മതിയിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ക്ലാസ് കാണാനായിട്ട് ഇരുന്നിട്ടുണ്ട്. നമുക്കൊരു 1 അവറും കൂടെ ഞാൻ കാണുന്ന ഒരു ക്ലാസ്സിൽ ലെഫ്റ്റ് ബാക്കിയുള്ളൂ. അപ്പം 10 മണി മുതൽ 11 മണി വരെ ആ ക്ലാസ് ഇരുന്ന് കണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിസിക്സിൻ്റെ ക്ലാസ്സാണ് നമ്മൾ കാണുന്നത്. സെക്കൻഡ് ലെസൻ്റെ ക്ലാസ്സാണ് കാണുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ലെസനായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ അത് ബോറടിച്ചപ്പോഴാണ് ഞാൻ പിന്നെ വേറെ ചാപ്റ്ററിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. പിന്നെ ആദ്യം വിചാരിച്ചു കെമിസ്ട്രി എടുത്താലോ എന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, ഫിസിക്സ് തുടങ്ങിയല്ലോ, അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച തീരുമാനമാക്കിയിട്ട് കെമിസ്ട്രി എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആക്ച്വലി നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. എനിക്ക് രാവിലെ ഒരു 7:30 എണീറ്റപ്പം ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ കുളിച്ച് വന്നതിന് ശേഷം എനിക്ക് പിന്നെ നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ക്ലാസ്സും കൂടെ കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഉറക്കം കൂടും, സ്വാഭാവികം. പക്ഷേ ക്ലാസ് ഒരു രക്ഷയില്ല കേട്ടോ, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് നല്ല രീതിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ടെക്സ്റ്റ് തുറന്ന് നോക്കിയാൽ എന്താണ് ഞാൻ കണ്ടത് ഇതുമായിട്ട് വല്ല കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ക്ലാസ് ഏകദേശം നമ്മൾ 11 മണിയായപ്പോൾ കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പം 11 മണി ആയപ്പോഴേക്കും ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാനാണ് പോയത്. ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം മേടിച്ച ബിരിയാണി ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്തോളം എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. ക്ലാസ് കാണുമ്പോഴും എൻ്റെ മനസ്സ് ഫ്രിഡ്ജിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുന്ന സമയത്തോളം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. എന്നാൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് എൻ്റെ വയറിൻ്റെ അകത്താക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ പിന്നെ വന്ന് പഠിക്കാതിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 അവർ റെസ്റ്റിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കണ്ട ക്ലാസ്സിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കണം എന്നായിരുന്നു. പക്ഷെ ഞാൻ ആ കാര്യം ബിരിയാണി കഴിച്ചത് മറന്നുപോയി. ആക്ച്വലി ശരിക്കും മറന്നു. പിന്നെ ഞാൻ പഠിക്കാനുള്ള നോട്ട് നോക്കുകയാണ് ഇപ്പോൾ വന്നിരുന്നിട്ട്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ നോട്ട് എഴുതിയില്ലല്ലോ എന്നുള്ള കാര്യം. പിന്നെ എന്ത് പറയാൻ, 1 മണിക്കൂറാണ് ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്ത്. പിന്നെ എനിക്ക് റിഗ്രറ്റ്, അത് ഇത് തേങ്ങ മാങ്ങ എല്ലാം കൂടെ തലയിൽ അടിച്ച് കയറിയിട്ട് വന്നു. പിന്നെ വേഗം പോയി ടാബ് ലാപ്പ് എല്ലാം എടുത്തുകൊണ്ട് വന്നിരുന്ന് എഴുതാമെന്ന് വിചാരിച്ചു. എന്തായാലും എഴുതാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂറിൻ്റെ അടുത്ത് പോവും. ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ ക്ലാസ് കണ്ട അത്ര എനിക്ക് പഠിച്ചെടുക്കാമായിരുന്നു. ആൻഡ് ആ പഠിച്ചെടുക്കുന്ന ആ ഒരു സംഭവം തന്നെയായിരുന്നു എൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. എന്നാലും ഞാൻ എഴുതാൻ മറന്നത് വലിയൊരു പ്രശ്നമായി പോയി എന്ന് എനിക്ക് തോന്നി. എനിക്കാകെ ഒരുമാതിരിയായിരുന്നു പിന്നെ തോന്നി. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം നടക്കാതെ പോയി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മളത്ര സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യം നടക്കാതെ പോയാൽ നല്ല പ്രശ്നം ഉണ്ടാവും ഗൈസ്. അത് തന്നെയാണ് ഉണ്ടായത്. പിന്നെ എഴുതി എടുത്തിട്ട് തന്നെ പഠിക്കുക വിചാരിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാമായിരുന്നു. ബട്ട് സ്റ്റിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുതേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ പിന്നെ എഴുതാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും. അതുകൊണ്ടാണ് പിന്നെ ഇപ്പം തന്നെ എഴുതിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്ത കാര്യം നടക്കാതെ പോകുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ കേസിലത് ഭയങ്കര ഒരു മണ്ടത്തരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും സീരിയസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ അത് മറക്കത്തില്ലായിരുന്നു. പക്ഷെ എന്താ എനിക്കറിയില്ല, ഞാൻ കംപ്ലീറ്റ്ലി അത് മറന്നുപോയി. എനിക്ക് പിന്നെയും എങ്ങനെയാണ് ഒന്നും ഐഡിയ കിട്ടുന്നില്ല. അപ്പം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ പഠിക്കേണ്ട സമയം കുത്തിയിരുന്ന് ഞാൻ എഴുതിയെടുത്തു. എന്നിട്ട് പിന്നെ ഈ ഓരോ ടോപ്പിക്കില്ലേ അതിൻ്റെ ഹെഡിങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഹെഡിങ് ഏതാ, പഠിക്കേണ്ട ഏതാ, ഇതൊന്നും മനസ്സിലാകത്തില്ല. ജസ്റ്റ് ഫോർ എ രസം, അത്രയേ ഉള്ളൂ. അത് തന്നെ, വേറെ ഗുണമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ കുറച്ച് കളർഫുള്ളായി കാണുമ്പം പഠിക്കാൻ തോന്നിയാലോ എന്നും കൂടെ വിചാരിച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗൈസ്, ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഗൂഗിൾ നോട്ട്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ഗൂഗിൾ നോട്ട്സ്, എങ്ങനെയാണ്, ഏത് സൈറ്റിൽ നിന്നാണ് എടുത്തത്, എങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ജസ്റ്റ് നമ്മളെ സിലബസ്, അതായത് നമ്മൾ CBSE ആണോ സ്റ്റേറ്റ് ആണോ ഫോളോ ചെയ്യണേ അടിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ലെസൻ്റെ നെയിം അടിച്ചു കൊടുക്കുക, നോട്ട്സ് അടിച്ചു കൊടുക്കുക, ഗൂഗിളിൽ കയറുക, ഇത്ര അടിച്ചു കൊടുക്കുക,
കുറേ നോട്ട്സ് കിട്ടും. അതിന് നല്ലത് ഏതാ നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. അത്രയല്ല പിന്നെ നോട്ട്സ് എടുക്കുക, പഠിക്കുക, അതും കൂടെ വേണം എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നമ്മൾ നേരെ അത് എഴുതി കഴിഞ്ഞിട്ട് അത് പഠിക്കാനിരുന്നില്ല. പകരം ഫസ്റ്റ് ലെസൻ്റെ കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഡെറിവേഷൻസ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ മനസ്സിലായി ഞാൻ എല്ലാം മറന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചത്, എൻ്റെ കർത്താവ് ഞാൻ എങ്ങനെയാണ് ഈ സിലബസിൽ ഫുള്ളുള്ള ഡെറിവേഷൻസൊക്കെ ലാസ്റ്റ് എക്സാമിന് പഠിക്കുക എന്നുള്ള കാര്യം. അങ്ങനെ എന്തായാലും 2 ഡെറിവേഷൻസ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ നോട്ട്സ് എഴുതിയല്ലോ, ആ എഴുതിയത് പഠിക്കാമെന്ന് വിചാരിച്ച് പോയിരിക്കുവാണ്. പക്ഷെ എനിക്കെന്തോ പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, പഠിക്കാൻ ഒരു മൂഡും ഇല്ല. അങ്ങനെ ഒരുമാതിരി മടി പിടിച്ച് ഇങ്ങനെ ഇരുന്ന് ലാഗ് അടിച്ചാണ് പഠിക്കണത്. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് പഠിക്കണത്. എനിക്കറിയില്ല എന്താ സംഭവമെന്ന്. പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് പഠിക്കാൻ തോന്നിയാലേ ഞാൻ പഠിക്കത്തുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എന്തായാലും ഒരു 2 പേജൊക്കെ ഒന്ന് 2 പ്രാവശ്യം വായിച്ചു നോക്കിയപ്പം ഞാനത് നിർത്തിയിട്ട് പോന്നു. പിന്നെ ഗൂഗിളിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ലെസൻ്റെ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇല്ല, അതിൻ്റെ ആൻസേഴ്സൊക്കെ കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യന് ആൻസേഴ്സ് നോക്കി മനസ്സിലാവുണ്ടോ നോക്കാൻ വിചാരിച്ചു. ഇത് നോക്കണ വേറൊന്നും കൊണ്ടുമല്ല, ഇതിപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ എനിക്ക് തിയറി പാർട്ടൊന്നും പഠിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. ആൻഡ് അത് പഠിക്കാതിരുന്ന് വെറുതെ സമയം കളയാനും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ കയറി അങ്ങനെയൊക്കെ നോക്കിയത്. അതിന് ശേഷം ജസ്റ്റ് കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വൈകുന്നേരം ബൂസ്റ്റ് കുടിച്ചു, കൂടെ ബണ്ണും കഴിച്ചു. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ തന്നെ ഉപ്പുമുളകും കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റിന് പകരം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പ്ലാൻ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ബേസിക്കലി എനിക്ക് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കണമായിരുന്നു, അത്ര തന്നെ. പിന്നെ ഇന്നൊരു ഹോളിഡേ കിട്ടിയിട്ട് ഞാൻ ഇതുവരെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഇനി വരുന്ന 1-2 ദിവസത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നതിലും പഠിക്കുന്നതിലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. അതിന് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്താൻ വേണ്ടിയിട്ടാണ് പോയത്. റെക്കോർഡ് ചെയ്താനല്ല, ആക്ച്വലി ലാസ്റ്റ് ലാബിൽ നമ്മൾ ചെയ്തൊരു എക്സ്പെരിമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഒരു ബോക്സിൻ്റെ അകത്ത് ആക്കണമല്ലോ. അപ്പം ആ ബോക്സ് ലെഫ്റ്റ് സൈഡിൽ ആ ബോക്സ് വരച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ പോയി വാല്യൂസൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിട്ട് അത് വരയ്ക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഗൈസ്, ഈ സ്റ്റേറ്റുകാർക്ക് August 18 ആയിട്ടാണ് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടായിരുന്നു. എനിക്കറിയില്ല ഉള്ളതാണോ അല്ലേന്ന്. അപ്പം നമ്മളെ സ്കൂളിൽ എന്തായാലും August 20 ഒക്കെ ആകുമ്പോഴേക്കുമാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഹാഫ് ഇയർലി പോലെയാണെന്ന് തോന്നുന്നു, ഔട്ട് ഓഫ് 80 തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ട് പഠിക്കണം എന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ. ഇപ്പം ഞാൻ ഫസ്റ്റ് ലെസണിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം ചെറുതായിട്ടെങ്കിലും ആക്കണം. അപ്പം ഞാൻ എന്തായാലും ഇത് ചെയ്ത് തീർത്തതിന് ശേഷം നേരെ ഒന്ന് ഉറങ്ങാനാണ് പോയത്. മേ ബി ഒരു പവർ നാപ്പ് എന്നൊക്കെ പറയാം, പക്ഷെ 1 hour നീണ്ടു നിൽക്കുന്ന ഒരു പവർ നാപ്പാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ കുളിച്ചതിന് ശേഷം മുതലേ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. മേ ബി അതുകൊണ്ടാവും എനിക്കൊന്നും പഠിച്ചിട്ട് തലയിൽ കയറാത്ത, ഒന്നിനും ഒരു മൂഡില്ലാത്തതൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ 1 hour നമുക്ക് മാറ്റി വെക്കാം, നമുക്ക് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ച് സൈഡിലവിടെ ഉപ്പുമുളകും പ്ലേ ആവുന്നുണ്ട്, അതങ്ങനെ നടന്നോളും, ഞാൻ അത് മൈൻഡ് ആക്കണമില്ല. ഞാൻ ബെഡിൽ കയറി കണ്ണടച്ചു കിടന്നുറങ്ങി. കറക്റ്റ് 7 മണിയോ കഴിഞ്ഞപ്പോൾ എണീറ്റതിന് ശേഷം എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വയറൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം ബുക്ക് എടുത്താണ് ഇരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചാലേ എനിക്ക് മൂഡ് വരുള്ളൂ. അങ്ങനെ ഞാൻ ഈ ബണ്ണൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇന്ന് എഴുതിയ മാത്രമല്ല തലേ ദിവസവും ഞാൻ അതിൻ്റെ ബാക്കി ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നു. അപ്പം മൊത്തത്തിൽ എന്തായാലും ആ ലെസണൊന്ന് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഏകദേശം ഇതിൻ്റെ പകുതി മുക്കാലും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പം ഇന്നൊന്ന് റിവിഷൻ ആയിക്കോട്ടെ, പിന്നെ ഇന്ന് ബാക്കി കണ്ടതും കൂടെ പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരുന്നത്. ഇതിൻ്റെ അകത്തുണ്ട് ഒരു 3-4 ഡെറിവേഷനൊക്കെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഉറക്കം എണീറ്റപ്പം മുതൽ എനിക്ക് ഇന്നൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. പിന്നെയാണ് ഞാൻ എൻ്റെ മൈൻഡിലൊന്ന് സെറ്റാക്കിയെടുത്ത്. ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല, വെറുതെ ഇങ്ങനെ സ്ട്രെസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ആ ടെൻഷൻ അടിക്കുന്ന സമയം കൊണ്ട് ആ ബുക്ക് തുറന്നിച്ച് 2 അക്ഷരം പിടിച്ച് കഴിഞ്ഞാൽ ആ ടെൻഷനൊക്കെ മാറി കുറച്ച് ഹാപ്പിനെസ് കിട്ടും എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ടാണ് ഈ ബുക്ക് എടുത്ത് തുറന്നു വെച്ചിരിക്കുന്നത്. വെറുതെ ഇരിക്കണമല്ല ഞാൻ. എന്നിട്ട് മര്യാദയ്ക്ക് കുഴപ്പമില്ലാണ്ട് പഠിക്കുകയൊക്കെ ചെയ്തു. ഒറ്റ മൈൻഡിൽ തുടങ്ങി നമ്മൾ. ആൻഡ് വിത്തിൻ 1.5 hour ഖത്തം
നമ്മൾ തീർത്തു ആ പാഠം, നമ്മൾ കഴിച്ചു, അത്ര തന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ മൈൻഡ് എന്നുള്ളൊരു സംഭവം വരാൻ മാത്രമേ ടൈമുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഒറ്റ മൈൻഡ് എന്നുള്ള കാര്യം വരാൻ ചില്ലറ പരിപാടിയൊന്നുമല്ല, നല്ല മെനക്കേടാണ്. പിന്നെ അതൊക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ബിഗ് ബോസ് സീസൺ 7 അന്നത്തെ എപ്പിസോഡ് കാണാനാണ് നമ്മൾ പോയത്. ആക്ച്വലി ഞാൻ ബിഗ് ബോസ് ഒന്നും അങ്ങനെ കാണില്ല. ഇതുവരെ സീസൺ 6 വരെ ഞാൻ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. പിന്നെ റെന ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ബിഗ് ബോസ് 7 കാണാൻ തുടങ്ങിയത്. ആൻഡ് വലിയ കുഴപ്പമില്ല, പക്ഷെ ചില സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടില്ല. ഭയങ്കര കച്ചറായിട്ടൊക്കെ തോന്നും. പിന്നെ ചില സമയത്ത് ഫണ്ണായിട്ടും തോന്നും. അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നു, ഓരോ തോന്നലുകൾ ആണല്ലോ അതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആഡൊക്കെ വരുന്ന സമയം കൊണ്ട് നമ്മൾ പോയി ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിച്ച ലെസൻ്റെ എക്സസൈസിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ചെയ്യാൻ തോന്നില്ല. കുറച്ചേ ഉള്ളെങ്കിൽ ഓക്കെ, നമുക്ക് നാളെ മറ്റന്നാളോ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ ഒരു 10-11 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അത് കുഴപ്പമില്ല, എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ആയി. ഇനി അത് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് ഐഡിയ ഇല്ല. പിന്നെ അതിന് മുന്നത്തെ ലെസൺ ആണെങ്കിൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ 27 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ടെക്സ്റ്റ് തുറന്നിട്ടില്ല. പിന്നെ ഇപ്പം നെക്സ്റ്റ് ലെസൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് തുറന്നത്. അപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി കൊണ്ട് വെച്ചിട്ട്, ടെക്സ്റ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ബിഗ് ബോസ് തന്നെ കാണൽ തുടർന്നു. ആക്ച്വലി ബിഗ് ബോസ് വലിയ രസമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റെന ഉള്ളതുകൊണ്ട് കാണുന്നു, അത്ര തന്നെ. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ടുട്ടൂനെ പോയി വെറുപ്പിച്ചു. ചില്ലറ വെറുപ്പിക്കലൊന്നുമല്ല, നല്ല രീതിക്ക് വെറുപ്പിച്ചിട്ട് നമ്മൾ വന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കിടക്കാനാണ് പോയത്. അപ്പോഴേക്കും എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ പിന്നെ ഇതും കൂടെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ശരി എന്നാൽ.